വെള്ളം ഒലിക്കുന്നതായിട്ട് കാണുകയോ പീള കെട്ടുന്നതായിട്ട് കാണുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇതൊരു അബ്നോർമാലിറ്റി സൈനാണ്. തീർച്ചയായിട്ടും നിർബന്ധമായിട്ടും നമ്മൾ കുട്ടികളുടെ കണ്ണും കാഴ്ചയും പരിശോധിക്കേണ്ടതാണ്. ജനിച്ച ഉടനെ പരിശോധിച്ചു കുട്ടി നോർമലായിരുന്നു, 1 വയസ്സിൽ പരിശോധിച്ചു കുട്ടി നോർമലായിരുന്നു എന്ന് വെച്ച് നമ്മൾ ഈ 3ാമത്തെ പരിശോധന ഒഴിവാക്കാൻ പാടില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ഭാവി തന്നെ നമ്മൾ തകർക്കാൻ സാധ്യതയുള്ള ഒരു സംഭവമാണ്. കുട്ടികളുടെ കാഴ്ചക്കുറവ് ഭയങ്കര പ്രയാസപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഒരു പാരന്റ് എന്ന നിലക്കും ഒരു ഒപ്റ്റോമെട്രിസ്റ്റ് എന്ന നിലക്കും. ഞാൻ ജുബേരിയ ഫിറോസ്, കൺസൾട്ടന്റ് ഓപ്റ്റോമെട്രിസ്റ്റ്, ഗ്ലോബൽ ഐ ഹോസ്പിറ്റൽ. ഏതൊരു പാരന്റിനും ഒരുപാട് സംശയമുള്ളൊരു കാര്യമാണ് ഒരു കുട്ടിയുടെ കാഴ്ച എപ്പോൾ പരിശോധിക്കണം, ഒരു കുട്ടിക്ക് എപ്പോഴാണ് നമ്മൾ കണ്ണട ഉപയോഗിക്കാൻ തുടങ്ങേണ്ടത് എന്നൊക്കെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു കുട്ടിയും ജനിക്കുന്നത് കാഴ്ചക്കുറവോട് കൂടിയിട്ടാണ്. സ്വാഭാവികമായും നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, എല്ലാ അമ്മമാരും ആദ്യമായി നമ്മളെ കുട്ടികളെ കയ്യിലെടുക്കുമ്പോൾ ഒരു കുട്ടിയും നമ്മളെ മുഖത്തേക്ക് നോക്കാറില്ല. കാരണം അവർ ജനിക്കുന്നതേ കാഴ്ചക്കുറവോട് കൂടിയിട്ടാണ്. പിന്നീട് ഒരു 2-3 വയസ്സാവുമ്പോഴാണ് ശരിക്കും അവരുടെ കാഴ്ച മുഴുവനായിട്ട് ഒരു സാധാരണ ഒരാളെ പോലെ കണ്ടു തുടങ്ങുന്നത്. അതുവരെ കാഴ്ചക്കുറവ് സാധാരണയാണ്. ഇനി എപ്പോഴാണ് നമ്മൾ കുട്ടികളുടെ കാഴ്ച പരിശോധിക്കേണ്ടത്? കുട്ടികളുടെ ആദ്യത്തെ പരിശോധന നടത്തേണ്ടത് ജനിച്ച ഉടനെയാണ്. ജനിച്ച ഉടനെ നമ്മൾ നോക്കുന്നത് കണ്ണിൻ്റെ സൈസിലും ഷേപ്പിലും എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. പിന്നെ സാധാരണ കുട്ടികൾ ജനിച്ച ഉടനെ തന്നെ കണ്ണിൽ നിന്ന് വെള്ളം ഒലിക്കാറില്ല. നിങ്ങൾ ശ്രദ്ധിച്ച് കാണും, കരയുന്ന കുട്ടികളാണെങ്കിൽ പോലും ഒരാഴ്ച കഴിയാതെ ഒന്നും കുട്ടികളുടെ കണ്ണിൽ നിന്ന് വെള്ളം ഒലിക്കാറില്ല. അപ്പം ഇങ്ങനെ വെള്ളം ഒലിക്കുന്നതായിട്ട് കാണുകയോ പീള കെട്ടുന്നതായിട്ട് കാണുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇതൊരു അബ്നോർമാലിറ്റി സൈനാണ്. തീർച്ചയായിട്ടും നിർബന്ധമായിട്ടും നമ്മൾ കുട്ടികളുടെ കണ്ണും കാഴ്ചയും പരിശോധിക്കേണ്ടതാണ്. ആ ഒരു സ്റ്റേജിൽ നമുക്ക് ചിലപ്പോൾ കാഴ്ച പരിശോധിക്കാൻ സാധിക്കില്ല, പക്ഷെ തീർച്ചയായിട്ടും കണ്ണ് നോർമലായിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാൻ ഒരുപാട് ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. ഇനി ഇത് മാത്രമല്ല, ഇപ്പം പ്രായം തികയുന്നതിന് മുന്നേ കുട്ടി ജനിക്കുകയാണെങ്കിൽ എന്താണെങ്കിലും കുട്ടികളുടെ കണ്ണ് പരിശോധിക്കണം. ഇനി ഇതെല്ലാം ഞാൻ പറഞ്ഞു നേരത്തെ, എന്തെങ്കിലും അബ്നോർമാലിറ്റി കാണുകയാണെങ്കിൽ നമ്മൾ പരിശോധിക്കണം എന്ന് പറഞ്ഞു. അതല്ലാണ്ട് തന്നെ നോർമലായൊരു കുട്ടിക്കും ജനിച്ച ഉടനെ പരിശോധിക്കേണ്ടതാണ്. കാരണം എല്ലാ കുട്ടികളും കാഴ്ചക്കുറവോട് കൂടിയിട്ട് തന്നെയാണ് ജനിക്കുന്നത്. ആ കുറവിനൊരു കണക്കുണ്ട്, അതിലധികമാണോ എന്നുള്ളതും നമുക്ക് ആ ഒരു സമയത്ത് തിരിച്ചറിയുകയും അതിന് വേണ്ട ചികിത്സ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യാം. ഇനി രണ്ടാമത്തെ പരിശോധന നമ്മൾ ചെയ്യേണ്ടത് കുട്ടിക്ക് ഏകദേശം ഒരു 1 വയസ്സ് 2 വയസ്സിന് ഉള്ളിലാണ്. കാരണം കാഴ്ചയുടെ വളർച്ച ഏകദേശം ഒരു 80% പൂർത്തീകരിക്കുന്നത് 2 വയസ്സാകുമ്പോഴത്തേക്കുമാണ്. ആ സമയം നമ്മൾ പരിശോധിക്കണം, കാഴ്ചക്കുറവിൽ മാറ്റം വന്നിട്ടുണ്ടോ, കാഴ്ച ഏകദേശം പൂർത്തീകരിച്ചിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ഈ സമയത്ത് ഈ പ്രായത്തിൽ 1 വയസ്സിന് ശേഷം നമുക്ക് തീർച്ചയായിട്ടും കാഴ്ച തന്നെ പരിശോധിക്കാനുള്ള ടെസ്റ്റുകളുണ്ട്. അത് നമ്മൾ മുതിർന്നവർക്ക് ചെയ്യുന്നത് പോലെ വായന പരിശോധന ഉണ്ട്. അത് സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെയല്ല, കുട്ടികൾക്ക് പ്രത്യേക ചാർട്ടുകളൊക്കെ വെച്ചിട്ട് പീഡിയാട്രിക് ചാർട്ട്സ് തന്നെ കാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു സമയം നമ്മൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടിക്ക് ഭാവിയിൽ കണ്ണടയുടെ ആവശ്യമുണ്ടോ, ഭാവിയിൽ തുടർന്ന് കണ്ണട വെക്കേണ്ടി വരുമോ എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കും. ഇനി 3ാമത്തെ കാഴ്ച പരിശോധന ഏകദേശം കുട്ടിക്ക് ഒരു 5-6 വയസ്സാവുമ്പോഴാണ് 3ാമത്തെ പരിശോധന നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ജനിച്ച ഉടനെ പരിശോധിച്ചു കുട്ടി നോർമലായിരുന്നു, 1 വയസ്സിൽ പരിശോധിച്ചു കുട്ടി നോർമലായിരുന്നു എന്ന് വെച്ച് നമ്മൾ ഈ 3ാമത്തെ പരിശോധന ഒഴിവാക്കാൻ പാടില്ല. ശരിക്കും വെസ്റ്റേൺ കൺട്രീസിലൊക്കെ നമ്മൾ പോയാൽ ഒരു കുട്ടിക്ക് സ്കൂളിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ ശരിക്കും കണ്ണ് പരിശോധിച്ച സർട്ടിഫിക്കറ്റ് തന്നെ വേണം. അത് ഇന്ത്യയിൽ അങ്ങനെ ഒരു നിയമം ഇല്ലാത്തത് കൊണ്ടാണ് നമുക്കതൊരു നമ്മുടെ ഒരു ഭാഗമാവാതിരിക്കുന്നത്. അപ്പം 5 വയസ്സ് 6 വയസ്സ്, അതായത് കുട്ടീനെ സ്കൂളിൽ ചേർക്കുന്നതിന് തൊട്ട് മുന്നേ നമ്മൾ തീർച്ചയായിട്ടും കുട്ടികളുടെ കാഴ്ച പരിശോധിക്കണം. കാരണം കാഴ്ച ഏകദേശം ഒരു നോർമൽ ഒരു അഡൾട്ട് സ്റ്റേജിലേക്ക്, അതായത് മുതിർന്ന ഒരാളുടെ കാഴ്ചയിലേക്ക് കുട്ടികളുടെ കാഴ്ച വളർന്നു വരുന്ന ഒരു പ്രായമാണ് ഒരു 5 വയസ്സ് 6 വയസ്സ് സമയം. കുട്ടികൾക്ക് അക്ഷരങ്ങളും അക്കങ്ങളും എല്ലാം തിരിച്ചറിയേണ്ട പ്രായമാണ്. ആ സമയം നമ്മളൊരു സാധാരണ ഒരു മുതിർന്ന ഒരാൾക്ക് ചെയ്യുന്ന എല്ലാ ടെസ്റ്റുകളും നമ്മൾ ഈ കുട്ടികൾക്ക് ചെയ്യും. ഇനി ഇങ്ങനെ നമ്മൾ പരിശോധിച്ചിട്ടില്ല എങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കുട്ടികളുടെ കാഴ്ചക്കുറവ് യഥാസമയം തിരിച്ചറിയുകയും അതിന് വേണ്ട ചികിത്സ ചെയ്യുകയും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ഭാവി തന്നെ നമ്മൾ തകർക്കാൻ സാധ്യതയുള്ള ഒരു സംഭവമാണ്. അഥവാ ഈ കുട്ടി കാഴ്ചക്കുറവോട് കൂടിയിട്ടാണ് വളർന്ന് മുന്നോട്ട് പോകുന്നതെങ്കിൽ കുട്ടികൾ
കുട്ടികൾക്ക് ശരിക്കും തിരിച്ചറിയാൻ പ്രയാസമായിരിക്കും കാഴ്ചക്കുറവ്. കാരണം അവർ സാധാരണ ഞാൻ കേട്ടിട്ടുള്ളതാണ്, കുട്ടികൾ തിരിച്ചറിയില്ല. അവർക്ക് തോന്നുന്നത് എല്ലാവരും ഇതുപോലെയാണ് കാണുന്നത് എന്നുള്ളതാണ് അവർ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ പലപ്പോഴും സ്കൂളിലൊക്കെ നമ്മൾ സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്യും. കാഴ്ചയുടെ സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് കുട്ടിക്ക് കാഴ്ചക്കുറവുള്ളതായിട്ട് അറിയുന്നത്. അതിന് മുന്നേ ചിലപ്പോൾ കുട്ടിക്ക് അതേ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ടുണ്ടാവും, പക്ഷെ കുട്ടി ഒരിക്കലും തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല ഇതെനിക്ക് കാഴ്ചയ്ക്ക് പ്രയാസമുണ്ട് എന്ന്. ഇങ്ങനെ നമ്മൾ കറക്റ്റ് സമയത്ത് നമ്മളിത് തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ കാഴ്ചയുടെ ഒരു വളർച്ചയ്ക്കൊരു സ്റ്റേജ് ഉണ്ട്. അതൊരു 10 വയസ്സ് 11 വയസ്സാകുമ്പോഴത്തേക്കുമാണ് കാഴ്ചയുടെ മുഴുവനായ വളർച്ച നടക്കുന്നത്. ഈ സമയത്തിനകം നമ്മളിത് പരിശോധിച്ച് ഇതിന് വേണ്ട ചികിത്സ ചെയ്തില്ലെങ്കിൽ കണ്ണിൻ്റെ അഥവാ കാഴ്ചയുടെ ഡെവലപ്മെൻറ്റിൽ തന്നെ മാറ്റം വരികയും മടിയൻ കണ്ണ് എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് കണ്ണ് മാറുകയും ചെയ്യും. ലേസി ഐ, ആംബ്ലിയോപ്പിയ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. മടിയൻ കണ്ണ്, അതായത് കണ്ണ് നോർമലായി നമുക്ക് പുറമേന്ന് കാണുമ്പം കണ്ണിൻ്റെ സൈസ് ഷേപ്പ് എല്ലാം നോർമലായിരിക്കും, പക്ഷെ ആക്ച്വലി കണ്ണിൻ്റെ ഫങ്ഷനിങ് വളരെ വീക്കായിരിക്കും. അതായത് കണ്ണിൽ നിന്ന് തലച്ചോറിലേക്ക് പോകുന്ന കണക്ഷൻ, നെർവ് കണക്ഷനിൽ, ഞരമ്പിൻ്റെ കണക്ഷനിൽ അത് കാര്യമായിട്ട് ഡെവലപ്മെൻറ്റ് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ കുട്ടികളുടെ ഭാവിയിൽ പിന്നീട് കുട്ടികളൊക്കെ വളർന്നു കഴിഞ്ഞ് പിന്നീട് ഒരു ചികിത്സ ചെയ്യാം എന്ന് വിചാരിക്കുമ്പോൾ ഇതിന് സാധ്യമല്ല. അത് നമുക്ക് കണ്ണട വെച്ചിട്ടോ മറ്റ് എന്ത് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ കൊണ്ടോ കാഴ്ചയുടെ പൂർത്തീകരണം സാധിക്കില്ല. അതുകൊണ്ട് കാഴ്ച പൂർത്തീകരിക്കുന്നത് ഒരു കുട്ടിക്ക് നോർമലി ഒരു 10 വയസ്സിനുള്ളിലാണ്. അപ്പോൾ ഈ 10 വയസ്സിൻ്റെ ഉള്ളിൽ 3 തവണ ഉള്ള ഈ പരിശോധന, ജനിച്ച ഉടനെ ആദ്യത്തെ പരിശോധന, 1 വയസ്സിൽ രണ്ടാമത്തെ പരിശോധന, 6 വയസ്സിൽ മൂന്നാമത്തെ പരിശോധന എല്ലാ പാരൻസും ശ്രദ്ധിക്കേണ്ടതാണ്. ടീച്ചേഴ്സും ശ്രദ്ധിക്കേണ്ടതാണ്. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് ഒരിക്കലെങ്കിലും കാഴ്ച പരിശോധിച്ച് കുട്ടീൻ്റെ കാഴ്ച നോർമൽ അല്ലേ എന്ന് ഉറപ്പുവരുത്തൽ നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമായി മാറണം.